ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തുളസി ആവട്ടെ ഗോപിയുടെ കൂടെ ആ നഴ്സറിയൊക്കെ ചുറ്റിക്കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ അയാൾ ഓരോ ഇനത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഒരു ബുദ്ധന്റെ പ്രതിമ കാണിച്ചിട്ട് പറയാണ്, ദേ ആ പ്രതിമയുടെ മോതിക്കൊന്ന് നോക്കിക്കേ, എന്തൊരു സമാധാനമാണല്ലേ. അങ്ങനെ തുളസി ചോദിക്കുന്നുണ്ട്, അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാ, തുളസി ഗോപി ചേട്ടന് എന്താ ഇത്ര വലിയ സമാധാനക്കേട്? അതിനുത്തരമായിട്ട് ഗോപി പറയുന്നത് മറ്റൊന്നുമല്ല, തനിക്ക് ഒരു മോനുണ്ടായിരുന്നില്ലേ, ആ മോൻ മരിക്കുന്നത് തന്റെ മനസ്സിൽ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. തന്റെ ഈയൊരു തലമുറ അവനിലൂടെ നിലനിൽക്കുമെന്നൊക്കെ താൻ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ. അവനൊരു കുഞ്ഞ് കുടുംബം അതൊക്കെ താനും ആഗ്രഹിച്ചില്ലടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തുളസിയാണെങ്കിൽ തലയാട്ടുന്നു. അതൊക്കെ ശരിയാണെന്ന് പറയുകയാണ്. അതുപോലെ എനിക്കും ഒരു മോനുണ്ടോ, അവന്റെ ജീവിതം എല്ലാം കൊണ്ടും തകിടം മറിഞ്ഞു. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ പെൺകുട്ടി എന്ന് അവന്റെ ജീവിതത്തിൽ നിന്നും പോയോ അതോടുകൂടിയിട്ട് അവൻ സന്യാസി ജീവിതത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എത്രയേറെ ഞാൻ പ്രതീക്ഷകളാണ് ഒരു മോനുണ്ടായപ്പോൾ വെച്ചത്, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ തുളസിക്കാണെങ്കിൽ ഗോപിച്ചേട്ടന്റെ ആ ഒരു വിഷമം മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ആ നഴ്സറി മുഴുവനായിട്ട് ചുറ്റിക്കറങ്ങുന്നു. പിന്നീട് മീനാക്ഷി ആവട്ടെ അനന്തുവിനുള്ള ചായയുമായിട്ട് വരികയാണ്. ചെറിയച്ച ഇതാ ചായ എന്ന് പറയുമ്പോൾ ആ തന്നോളൂ. അല്ല മീനാക്ഷി എന്താ പിന്നെ വിളിച്ച് ചെറിയച്ച എന്ന്? ഓ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അല്ല മുറപ്രകാരം നിങ്ങൾ എന്റെ ചെറിയച്ചനാണല്ലോ, അതാ അങ്ങനെ വിളിച്ച്. എന്താ വിളിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എടോ ഇന്നത്തെ കാലത്ത് മുറയൊക്കെ നോക്കണോ? തനിക്ക് വേണമെങ്കിൽ എന്നെ അനന്തു എന്നോ അനന്തേട്ട എന്നോ അനന്തുവേട്ടൻ എന്നോ അങ്ങനെ എന്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചോടെന്ന് ചോദിക്കുമ്പോ, അല്ല ചെറിയച്ചൻ, സോറി, അനന്തുവേട്ടൻ സ്വന്തം അമ്മയെയും അച്ഛനെയും എങ്ങനെയാ വിളിക്കുന്നത്? ലക്ഷ്മിന്നും ബാലചന്ദ്രനും ആണോ? ഇത് കേട്ടിട്ട് അനന്തുവിനാണെങ്കിൽ ചിരി വരികയാണ്. അയ്യോ, തന്നോട് വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അത്രമാത്രം. ആ എങ്കിൽ ശരി, ഞാൻ ഇനി മുതൽ അനന്തേട്ട എന്ന് വിളിക്കാം. അങ്ങനെ മീനാക്ഷി അവിടെ നിന്നും പോവാൻ വീണ് അനന്ത് പുറകിൽ നിന്നും വിളിക്കുകയാണ്. താനും നിന്നെ തന്റെ കുഞ്ഞിന്റെ അച്ഛനെ താൻ എങ്ങനെയാ വിളിക്കുക? മേനോൻ സർ അല്ലേ? അതുപോലെ തന്നെയാണോ ഓരോരോ ബന്ധം നമ്മൾ അറിയാതെയാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് മീനാക്ഷിക്കാണെങ്കിൽ വല്ലാതെയാവുകയാണ്. വീണ്ടും മീനാക്ഷി അവിടെ നിന്നും പോകുമ്പോൾ അനന്ത് പുറകിൽ നിന്നും വിളിക്കുന്നുണ്ട്, അതെ ഒരു ചായ കൊണ്ട് തന്നു, ഞാൻ അതിന് നന്ദി പറഞ്ഞില്ല, നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ മീനു ആണെങ്കിൽ അതിങ്ങനെ സ്വീകരിച്ച് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസന്നയോട് ലക്ഷ്മി ചേച്ചി ഇരിക്കാനായിട്ട് പറയുമ്പോൾ വേണ്ട, നമുക്ക് അവസാനം ഇരിക്കാമെന്ന് പ്രസന്ന പറയുന്നു. അങ്ങനെ ഏറ്റുമാനൂരപ്പനെ തൊഴുകാനായിട്ട് വന്നതാണല്ലോ, അത് വെറുതെ പറഞ്ഞതാണോ ഇവിടേക്ക് വരാനുള്ള റീസൺ ആയിട്ട്? അങ്ങനെയല്ല, ഞങ്ങൾക്ക് വഴിപാടുണ്ട്, അത് തീർക്കണം, നാളെ തന്നെ പോകണമെന്ന ആഗ്രഹം. എങ്കിൽ പിന്നെ രാവിലെ കുളിച്ച് ഏറ്റുമാനൂരപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ, എല്ലാം നടക്കുമെന്നിങ്ങനെ ഗോപിച്ചെറിയൻ പറയുന്നു. ഇത് കേട്ടിട്ട് അനന്ത് പറയുന്നുണ്ട്, ദൈവങ്ങൾ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. എടാ വെറുതെ നീ ദൈവത്തിന്റെ വായും കൂട്ടല്ലേ, മര്യാദയ്ക്ക് കഴിക്കാൻ നോക്കും. അങ്ങനെ പ്രസന്ന പറയുന്നുണ്ട്, അനന്തോ ഇങ്ങനെയൊക്കെ പോയാൽ മതിയടോ, ഒരു വിവാഹമൊക്കെ വേണ്ടെന്ന് ചോദിക്കുമ്പോ, അല്ല പ്രസന്ന ചേച്ചിയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബിന്ദു മരിച്ച ചേച്ചിയുടെ മകനെ മറക്കാനായിട്ട് ചേച്ചിക്ക് ആവുമോ? ഇത് കേട്ട് പ്രസന്നയ്ക്കാണെങ്കിൽ ചേച്ചിയുടെ തടി കിട്ടിയതുപോലെ ആവുകയാണ്. അങ്ങനെ ലക്ഷ്മി ചിറ്റ അനന്തുവിനോട് പറയുന്നുണ്ട്, അനന്തു കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ്? മീനാക്ഷി തന്റെ ഒരു അവയവം വാടകയ്ക്ക് കൊടുത്തത് മറക്കാനായിട്ട് മീനാക്ഷിക്ക് കഴിയുമോ? അങ്ങനെ മീനുവാണെങ്കിൽ ഭക്ഷണം വായിലെടുത്ത് വെക്കാൻ പോകുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. അവിടെ തന്നെ അവൾ അത് വെക്കുന്നു. അങ്ങനെ അനന്ത് പറയുന്നുണ്ട്, ജീവിതത്തിൽ എല്ലാവർക്കും മറക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വ്യത്യസ്തമാണെന്ന് മാത്രം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുമ്പോൾ തുളസി പറയുകയാണ്, അനന്തു മോനെ നീ എവിടേക്കും പോണ്ട, നീ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും ഓരോരോ വിഷമങ്ങൾ, അത് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അതുപോലെ നിന്റെ കാര്യവും അങ്ങനെ തന്നെ. ആ എന്തായാലും തുളസിയേട്ടനെങ്കിലും അത് യാഥാർത്ഥ്യമാണെന്ന് സമ്മതിച്ചല്ലോ, ബാക്കിയുള്ളവർക്ക് അത് വെറും ഒരു കഥ മാത്രം എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അനന്ത് പോകുന്നു. എല്ലാവർക്കും അത് വല്ലാത്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. പിന്നെ രാവിലെ ആവട്ടെ ഗോപിയേട്ടനാണെങ്കിൽ ചെടികളും മറ്റും നനച്ചുകൊണ്ടിരിക്കുമ്പോൾ തുളസി ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. ആഹാ, തന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോടോ? കഴിഞ്ഞു. പെണ്ണുങ്ങൾ എങ്ങോട്ടോ ഓരോ സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്, ഏതോ ഭഗവാനോ ഭഗവതിയോ അങ്ങനെയൊക്കെ. എല്ലാം ഒരു മായശക്തി, അതിനെയാണല്ലോ നമ്മൾ ഓരോ രൂപങ്ങളായിട്ട് ആരാധിക്കുന്നത്. എന്തായാലും അവരവരുടെ വിശ്വാസം അവരവർ വിശ്വസിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപിയേട്ടനാണെങ്കിൽ ചായ ഫ്ലാസ്കിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ഞാൻ എടുത്ത് തരണോ അത് താൻ എടുത്ത് കുടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ്. പിന്നെ കല്ലുമോളെ കുറിച്ചും മറ്റൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിക്കാനായിട്ട് തുളസി അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ചായ എടുത്തിട്ട് വന്ന് വീണ്ടും സംസാരിക്കുന്നു. അങ്ങനെ നഴ്സറിലേക്ക് പോയിട്ട് വരാം, അല്ലെങ്കിൽ പണിക്കാര് പണിയിൽ ഉഴപ്പും എന്നൊക്കെ പറഞ്ഞ് ഗോപിയേട്ടനാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവസാനം മീനാക്ഷിയും ലക്ഷ്മി ചിത്തയും പ്രസന്നയും കല്ലുമുളക്ക് എത്തുകയാണ്. എന്താടി കുഞ്ഞിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ലച്ചാ, അവൾക്ക് എന്തോ ഒരു വയ്യായ പോലെ. എടി ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും കൊണ്ടുപോകണോ? വേണ്ടെന്നേ, അവൾക്ക് യാത്ര എങ്ങോട്ട് ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു. കുഞ്ഞിനൊന്നും വാങ്ങി കൊടുത്തില്ല കഴിക്കാൻ? ഇല്ല കൊടുത്തില്ല.
അവിടെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് വാങ്ങിക്കൊടുത്തില്ല? അതൊന്നും സാരമില്ല അച്ഛാ, ഞാനൊന്ന് ഉറക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മീനാക്ഷി ആണെങ്കിൽ അകത്തേക്ക് പോകുന്നു. പിന്നീട് ഗോപിയേട്ടൻ തിരിച്ചു വരികയാണ്. എന്നിട്ട് തന്റെ തീരുമാനത്തെക്കുറിച്ച് പറയുന്നു. എനിക്കും പ്രസന്നയ്ക്കും ഒരുപാട് നാളൊന്നും അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റില്ല. നാട്ടുകാരെന്ത് വിചാരിക്കും? അവിടെ ഞങ്ങൾ വേണം. പിന്നെ എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മീനാക്ഷിയും കുഞ്ഞും ഇവിടെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഗോപിയേട്ടൻ പറയുന്നുണ്ട്, മീനാക്ഷിയും കുഞ്ഞും ഇവിടെ ഇരുന്നോട്ടെ, ഒരു മനുഷ്യനും ഇവിടെ നിന്നും അറിയില്ല. പിന്നെ അനന്തുവാണ് പുറത്തേക്ക് പോകുന്നത്. അവനാണെങ്കിൽ ഇവരോടുള്ള കാര്യമേ ഓർമ്മയുണ്ടാവില്ലെന്ന് പറയുന്നു. അങ്ങനെ ലക്ഷ്മി ചേട്ടൻ പറയുന്നുണ്ട്, നിന്റെ മോളെ ഒരു കുറവില്ലാതെ ഞാൻ നോക്കിക്കൊള്ളടി, കുഞ്ഞിനെയും. അത് പിന്നെ ലക്ഷ്മി ചേട്ടൻ എന്നോട് പറഞ്ഞു തരുമോ? എനിക്കറിയില്ല എന്ന് പ്രസന്ന ചോദിക്കുന്നു. പിന്നീട് മീനു ആണെങ്കിലും ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട് അച്ഛനമ്മയും പോകുന്നതിൽ. അങ്ങനെ അവിടേക്ക് പ്രസന്നയും തുളസിയും കൂടി വരികയാണ്. മോളെ, ഞങ്ങൾ പോവുകയാണ്. ആ ശരി അച്ഛാ, എങ്ങനെയാ പോകുന്നത്? ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാടി. പിന്നെ കല്ലുമോളി നന്നായി നോക്കണം. എന്തൊക്കെ പറഞ്ഞാലും എത്ര ബന്ധുവീടാണെങ്കിലും ഇത് നമുക്ക് തന്നെ വീട് തന്നെയാണ്. കുഞ്ഞിനെ നല്ല വൃത്തിയിൽ കുളിപ്പിച്ച് മെനയിൽ നിർത്തണം. പിന്നെ കുഞ്ഞ് അവിടെ ഇവിടെയും ഭക്ഷണമൊന്നും കളയാൻ പാടില്ല. അതുപോലെ തന്നെ അവൾക്ക് കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിരിക്കണം. പിന്നെ ഇവിടെ ആർക്കും കല്ലുമുളയെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും കല്ലുമുളി ഒത്തിരി ഇഷ്ടമാണ് അച്ഛാ. എടി, കുളിപ്പിച്ച് മനയിൽ നിർത്തിയിരിക്കുന്ന കുഞ്ഞിനെ ആർക്കാണെങ്കിലും കൊഞ്ചിക്കാൻ തോന്നും. പക്ഷെ ചെളിയിൽ പുരണ്ട കുഞ്ഞിനെ കൊഞ്ചിക്കാൻ സ്വന്തം ബന്ധങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. കല്ലുമോള് നീയും സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി പോകുന്നു. മീനാക്ഷിയും പുറകെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി ആണെങ്കിൽ കല്ലുമുളക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കുഞ്ഞിന് പനി വരേണ്ടതായിരുന്നു. എന്തായാലും ഈ ഭക്ഷണം ഒന്ന് കഴിച്ച കല്ലുമുള എന്നൊക്കെ പറഞ്ഞ് മീനു ആണെങ്കിൽ കല്ലുമുളെ ചീത്ത പറയുകയാണ്. കല്ലു ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല. അവിടെ നിന്ന് മീനാക്ഷികളിൽ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് പുറത്തു നിന്നും ഗോപി ചെറിയച്ചനാണെങ്കിൽ മീനാക്ഷിയെ വിളിക്കുന്നത്. ഇതേ വരുന്നു എന്ന് പറഞ്ഞ് മീനാക്ഷി ആണെങ്കിൽ കല്ലുമോളോട് ഒതുങ്ങിയിരിക്കാനായിട്ട് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.